പാക് യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. നിയന്ത്രണ രേഖയിൽ കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഇന്ത്യക്കെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. സ്വതന്ത്ര പരിശോധനയ്ക്ക് തയ്യാറായാൽ സത്യം വെളിപ്പെടുമെന്നും പ്രതികരണമുണ്ട്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഖ്വാജ ആസിഫ് എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കഴിഞ്ഞ ദിവസമാണ് വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ബംഗളൂരുവിലെ ഒരു ചടങ്ങിൽ വെച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ 5 പോർ വിമാനങ്ങൾ, F-16 ഉൾപ്പെടെയുള്ള 5 പോർ വിമാനങ്ങളും ഒപ്പം തന്നെ ഒരു വ്യോമ നിരീക്ഷണ വിമാനവും വെടിവെച്ചിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിന് S-400 അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച സഹായമാണ് നൽകിയതെന്നും അദ്ദേഹം ഇന്നലെ ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് ഇക്കാര്യങ്ങൾ തള്ളുന്നത്. കാരണം പാകിസ്ഥാന്റെ ഒരു പോർ വിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടില്ല. കൂടാതെ തന്നെ ഇത് വ്യോമസേന മേധാവിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് അസമയത്താണെന്നും അത് ഇന്ത്യക്കാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഈ നിയന്ത്രണ രേഖയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത്, നാശനഷ്ടമുണ്ടായത് ഇന്ത്യക്കാണ്. ഒരു സ്വതന്ത്ര പരിശോധനയ്ക്ക് ഇന്ത്യ തയ്യാറായാൽ ആർക്കാണ് കൂടുതൽ ബാധിച്ചത്, ആരെയാണ് കൂടുതൽ ബാധിച്ചത് ഈ സംഘർഷമെന്ന് മനസ്സിലാകുമെന്നും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല. എന്തായാലും ഈ 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു വ്യോമസേന മേധാവിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിൽ പറഞ്ഞത് ഈ വ്യോമസേന അല്ലെങ്കിൽ കരസേന മേധാവികളെ അവരുടെ കൈകൾ ബന്ധിതമാക്കിയിരിക്കുകയാണ്, അവർക്ക് ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിൽ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് വ്യോമസേന മേധാവിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.